ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 7 ശനിയാഴ്ച തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ യേശുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും സാക്ഷ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവ പദ്ധതിയുടെ രഹസ്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഴമുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: പത്രോസ് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു സ്നേഹിച്ച ആ ശിഷ്യൻ അവരുടെ പിന്നാലെ വരുന്നത് കാണുന്നു. അവനെ കാണുമ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവനാണോ നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യ പ്രവണതയെ ഇവിടെ എടുത്തു കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 6 അധ്യായം 4 വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിൽ ആയിരിക്കുകയില്ല. ക്രിസ്തുവുമായുള്ള നമ്മുടെ ജീവിതം അമൂല്യമാണ്. നമുക്കായി നിശ്ചയിച്ച പാതയിൽ വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. തുടർന്നുള്ള വചനഭാഗങ്ങളിൽ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് യേശു ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾ സാക്ഷ്യം നൽകുന്നതെന്നും ഇവ എഴുതിയതും അവൻ്റെ വാക്കുകൾ സത്യമാണ് എന്നും ഞങ്ങൾക്കറിയാം. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിന്മേൽ വ്യക്തിപരമായ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഭവത്തെ പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12 അധ്യായം 11 വാക്യത്തിൽ പറയുന്നത് പോലെ, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. വിശ്വാസികളുടെ സമൂഹത്തിൽ സുവിശേഷവൽക്കരണത്തിനും പ്രോത്സാഹനത്തിനുമുള്ള ശക്തമായ ഉപകരണമായി നമ്മുടെ സാക്ഷ്യങ്ങൾ പ്രവർത്തിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുകയാണ് എന്ന് പങ്കുവെക്കുവാനും യേശുവിൻ്റെ നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. വചനം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രസ്താവന യേശുവിൻ്റെ ശുശ്രൂഷയുടെ വിശാലതയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് എല്ലാം മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ നന്മയിലും പരമാധികാരത്തിലും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത് പോലെ, കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേത് പോലെയുമല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ അത് നമ്മുടെ ഗ്രാഹ്യത്തിന് അതീതമാണെങ്കിലും അതിൽ ആഴമായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ സ്വയം സമർപ്പിക്കാം. എല്ലാവർക്കും ദൈവാനുഭവത്തിൻ്റെ ഒരു നല്ല ദിനം നേരുന്നു.